ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു വാട്ടർ ഈറ്റിനിടെ ഡ്യൂറിങ് മൈ പ്രഗ്നൻസി ആണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം എനിക്ക് 8 months ആണ്. ഈ 8 monthsൽ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. രാവിലെ എണീക്കാനായിട്ട് ഞാൻ കുറച്ച് വൈകാറുണ്ട്. ഒരു 8 മണിയാകുമ്പോഴേക്കാണ് എണീക്കുന്നത്. എണീറ്റുടനെ എൻ്റെ ബോട്ടിലുള്ള വെള്ളം ഞാൻ കുറച്ച് കുടിക്കും. പിന്നെ മോർണിംഗ് വാക്ക് ഉണ്ട്. ഒരു അരമണിക്കൂർ ഡോക്ടർ നടക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 8 മണി തൊട്ട് ഒരു 8:30 വരെ ഞാൻ രാവിലെ നടക്കാറുണ്ട്. നടന്നു വന്ന് ക്ഷീണിക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം എടുത്ത് കുടിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് നൂലപ്പവും കുറുമക്കറി ആയിരുന്നു. ക്യാരറ്റും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കിട്ടി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു കുറുമക്കറി ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ മധുരം വളരെ കുറച്ചൊരു പാൽ ചായ കൂടി കുടിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അത് കുറച്ച് നാളായിട്ടുള്ള ശീലമായതുകൊണ്ട് അതങ്ങോട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ചായ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം മസ്റ്റാണ്. ഒരു 9 മണി 9:30 ഉള്ളിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കുറച്ചും കൂടി നേരത്തെ കഴിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ എണീക്കാൻ നേരം വൈകുന്നതുകൊണ്ട് 9:30-ക്കുള്ളിൽ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞ് ഒരു 11:30 ആകുമ്പോഴാണ് എൻ്റെ മോർണിംഗ് സ്നാക്ക് ടൈം. ആ ടൈമിലാണ് പൊതുവേ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഞാൻ കഴിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് മാത്രമാണ് ആ ഒരു 11:30 ടൈമിൽ കഴിച്ചത്. നട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം ഞാൻ കുറച്ച് ഗ്രേപ്സും ഒരു ആപ്പിളും പിന്നെ ഒരു സ്ട്രോബെറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ശമനം വന്നപ്പോൾ വാലന്റൈൻസ് ഡേക്ക് കൊടുത്തു തീർക്കാനായിട്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിരുന്ന് ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി വന്നിട്ട് എനിക്ക് കുറച്ച് പഴുത്ത മാങ്ങയിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കഴിച്ചു. അത് കഴിക്കുമ്പോഴാണ് ടേബിളിൽ 2 മൂവാണ്ടമാങ്ങ ഇരിക്കുന്നത് കണ്ടത്. സംഭവം രണ്ടും ചെനച്ച മാങ്ങയായിരുന്നു. എല്ലാ വർഷവും ഇതുപോലെ മാങ്ങ സീസൺ ആകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ മാങ്ങ കൊണ്ട് ജ്യൂസ്, മധുരമുള്ള ജ്യൂസും എരിവുള്ള സംഭാരം പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മധുരമായിട്ട് കഴിക്കാനാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ചെനച്ച മാങ്ങ വെച്ചിട്ട് ഞങ്ങളൊരു ജ്യൂസ് അടിച്ചു കേട്ടോ. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഈ ഒരു ജ്യൂസ് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ അമ്മായിയുടെ വക എനിക്കും ചേച്ചിക്കൊക്കെ ബിരിയാണി ഉണ്ട്. അപ്പോൾ ബിരിയാണി കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ചേച്ചി വരും. അപ്പോൾ ചേച്ചിക്കും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെനച്ച മാങ്ങ വെച്ചിട്ട് ജ്യൂസ് അടിച്ചതാണ്. ഈ ജ്യൂസിൻ്റെ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ജ്യൂസാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ജുങ്കുടുവും വന്നു, ചേച്ചിയും വന്നു. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ജുങ്കുടുവിന് വാരി കൊടുക്കാനൊന്നും ഇഷ്ടമല്ല. അവൾക്ക് ആ ബിരിയാണിയുടെ ആ ഒരു പാക്കറ്റ് കണ്ടപ്പോൾ അവൾക്ക് അതിൽ നിന്ന് തന്നെ കോരി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ സ്വന്തമായിട്ട് അതിൽ നിന്ന് തന്നെ കോരി കഴിക്കുകയാണ്. കഴിക്കുന്നത് പകുതിയും പിന്നെ പുറത്തേക്കാണ് സ്വാഭാവികമായിട്ടും പോകുന്നത്. പിന്നെ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു സ്പൂൺ ബിരിയാണിയൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ടാണ് ആൾ കഴിക്കുന്നത് കേട്ടോ. ജ്യൂസ് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തു. അതിൻ്റെ വെള്ളം മാത്രമായിട്ട് മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ ആ ജ്യൂസ് ഒരു ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കലത്തെ ഊണ് കുശാലായി. കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് ജുങ്കുടുവിനെ കുറച്ച് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പോയപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു. ഉച്ചയ്ക്ക് ചിലപ്പോഴൊക്കെയാണ് ഉറങ്ങാറുള്ളത്. അങ്ങനെ അധികം ഉറങ്ങാനൊന്നും പറ്റാറില്ല, എന്നാലും കിടക്കാറുണ്ട്. അത് കഴിഞ്ഞ് എണീറ്റ് വരുമ്പോൾ ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ പാല് കുടിക്കുന്നത്. വൈകിട്ട് പിന്നെ ചായ കുടിക്കില്ല. ദിവസത്തിൽ ഒരു ടൈമിലാണ് ഞാൻ ആകെ ചായ കുടിക്കുന്നുള്ളൂ. വൈകിട്ട് പാലാണ് കുടിക്കുന്നത്. പാലിൽ ഞാൻ ആദ്യമൊക്കെ ഹോർലിക്സ് ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിന് ശേഷം ഒരു 5th month 6th month ഒക്കെ ആയപ്പോൾ ഡോക്ടർ എനിക്കൊരു പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പാല് കുടിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാനിത് സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പകരം ഞാൻ ഹോർലിക്സ് തന്നെ ഇട്ടിട്ട് പാല് കുടിക്കും. ചില ദിവസങ്ങളിൽ ഒന്നും മിക്സ് ചെയ്യാതെ തന്നെ പാല് കുടിക്കാറുണ്ട്. ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ ഊണ് കുറച്ച് ഹെവി ആയതുകൊണ്ട് വൈകിട്ട് പാലിൻ്റെ ഒപ്പം സ്നാക്സോ അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നട്ട്സ് കഴിക്കാത്തതുകൊണ്ട് പാലിൻ്റെ കൂടെ കുറച്ച് ബദാമും ഒരു 2 ഡേറ്റ്സാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 6 മണിയായപ്പോൾ ഞാനൊരു നാടൻ മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 8:30 ആയപ്പോഴാണ് ഞാൻ ഡിന്നർ കഴിച്ചത്. ഡിന്നറിന് ഇന്ന് ചപ്പാത്തിയും ചില്ലി ഗോപിയും പിന്നെ കുറച്ച് സാലഡും ഉണ്ടായിരുന്നു. അതാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു 8th monthലെ വാട്ടർ ഈറ്റിനിടെ. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചിലവർക്കെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.